കണ്ണുകൊണ്ട് ചെയ്യുന്ന രണ്ടാമത്തെ തെറ്റാണ് അന്യ സ്ത്രീ പുരുഷന്മാരെ നോക്കുക എന്ന് പറയണത്. ഉമ്മമാരെ നന്നായി ശ്രദ്ധിക്കണം. മത്സ്യവില്പനക്കാരൻ നമ്മളെ മൂത്താപ്പല്ല. ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന ആൾക്കാര് നമ്മളെ കുടുംബക്കാരനല്ല. വഴിയോര കച്ചവടക്കാർ നമുക്ക് മഹ്റമായ ആൾക്കാരല്ല. നമ്മുടെ വീട്ടിന്റെ വാതിൽക്കലിൽ ആരെങ്കിലും വല്ല വസ്തുക്കളും വിൽപ്പനക്ക് വന്നാൽ പെണ്ണുങ്ങന്മാര് ചാടി ഇറങ്ങി താത്താമാര് ഇറങ്ങരുത്. ലജ്ജ വേണം, ഹയാ ഉണ്ടാവണം. സൗദ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയല്ലേ. ഫർളായ ഹജ്ജ് നിർവഹിച്ചതിന് ശേഷം സൗദ ബീവി തീരുമാനിച്ച തീരുമാനം തന്നെ എന്താണെന്നറിയോ? ഞാനിതാ ഹജ്ജ് എന്റേത് ഫർള് നിർവഹിച്ചു, ഇനിതാ വീട്ടിലേക്ക് കയറുന്നു. ഇനി എന്റെ ഈ ശരീരം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഞാൻ എന്നാണോ മരിക്കുന്നത്, റൂഹ് എന്റെ ശരീരത്തിൽ നിന്ന് പോകുന്നത് അന്ന് മാത്രമായിരിക്കും. സൗദാ ബീവിയുടെ നാടേടെ? ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗാണോ? അല്ല വല്ല ന്യൂസിലാൻഡിലെ വെല്ലിംഗ്ടൺ ആണോ? കൊല്ല ഹജ്ജിനും ഉംറക്കൊക്കെ പോയിക്കൂടായിരുന്നോ? പിന്നെ എന്തേ സിയാറത്തിനും മറ്റൊക്കെ അറിയാത്തോണ്ടാണോ? അല്ല, പിന്നെന്തേ? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറജൽ ജാഹിലിയത്തിൽ ഊലാ. അവർക്കറിയാം ഹിജാബ് ഇട്ടെന്ന് വിചാരിച്ചിട്ട് എവിടെയും ഇറങ്ങാം എന്നല്ല, എവിടെയെങ്കിലൊക്കെ ഇറങ്ങേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഹിജാബ് ഇടണമെന്നാണ് നിയമം എന്ന് അവർക്കറിയാം.